ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സാരം ലേണിംഗ്. ഫൈസൽ സാറാണ്. യെസ്, നമ്മൾ ഇത്ര ദിവസമായിട്ട് കാത്തിരുന്ന ഒരുപാട് പേരായിട്ട് ചോദിക്കുന്ന ഒരു കാര്യത്തിന് ഉത്തരം കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ ഓപ്ഷണൽ ചാപ്റ്റേഴ്സ് ഗവൺമെന്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഇന്നാണ് ആക്ച്വലി ഇതിന്റെ പബ്ലിക്കേഷൻ നമുക്ക് എന്താ റിപ്പോർട്ട് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഇതിന് നമ്മൾ ആക്ച്വലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം നമ്മുടെ ഡിസംബർ 9-ാം തീയതി തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്ന് കരുതിയിട്ട് നമ്മുടെ സ്കൂളുകളിലേക്കും മറ്റു ഏരിയകളിലേക്കും എല്ലാം തന്നെ ഈ ഒരു വിവരം എത്തുന്നത് ഇന്നത്തെ ദിവസമാണ്. ഇന്നത്തോടു കൂടെ നമ്മൾക്ക് ഇനി ഏതെല്ലാം ചാപ്റ്റേഴ്സുകളാണ് നമ്മൾ കൃത്യമായിട്ട് സ്റ്റഡി ചെയ്യേണ്ടത്, അതിൽ ഏതിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകളാണ് ആക്ച്വലി വരുന്നത് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ഒരു നോട്ടീസിൽ ആക്ച്വലി എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്, ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. സോ നമുക്ക് വേഗം തന്നെ നോക്കാം. നമ്മുടെ ഈ ഒരു വർഷവും നമ്മുടെ സെയിം പാറ്റേൺ പോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയുള്ള പാറ്റേൺ പോലെ തന്നെ എ ബി എന്ന് പറയുന്ന രണ്ട് പാർട്ടുകളായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ ഇവർ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മളോട് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പറയാം. നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന കാര്യമാണ് ആക്ച്വലി ഇവിടെ പറയുന്ന പോലെ തന്നെ പാർട്ട് എയും പാർട്ട് ബിയും എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ഭാഗങ്ങൾ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. അതിൽ പാർട്ട് എ എന്ന് പറഞ്ഞാൽ കമ്പൽസറി ആയിട്ട് എഴുതേണ്ട, എന്ന് വെച്ചാൽ നിർബന്ധമായിട്ടും എഴുതേണ്ട ഭാഗമാണ്. അവിടെ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അതിൽ പറഞ്ഞിട്ടുള്ള ചാപ്റ്റേഴ്സുകൾ കമ്പൽസറി ആയിട്ട് നിങ്ങൾ ഒരു കാരണവശാലും ഒഴിവാക്കാതെ നിർബന്ധമായിട്ട് പഠിക്കേണ്ടതായിട്ടുള്ള ചാപ്റ്റേഴ്സുകളാണ് പാർട്ട് എയിൽ ഉണ്ടായിരിക്കുക. പാർട്ട് എയിൽ ജിയോഗ്രഫിയുടെ ഭാഗം ഉണ്ടാകും, ഹിസ്റ്ററിയുടെ ഭാഗം ഉണ്ടായിരിക്കും. അതിന് 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പാർട്ട് എയിൽ ഉണ്ടായിരിക്കും. എത്ര മാർക്ക് മക്കളെ? 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അതേസമയം പാർട്ട് ബിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അത് ഓപ്ഷണൽ ചാപ്റ്റേഴ്സുകൾ ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ 2 ചാപ്റ്ററുകൾ തരും. 2 ചാപ്റ്ററുകളിൽ നിന്ന് ഓരോ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്ന് ആൻസർ ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഹിസ്റ്ററിയിലെ ചാപ്റ്റർ റവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ്, ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളും വേൾഡ് ഇൻ 20th സെഞ്ചുറി, ലോകം 20ാം നൂറ്റാണ്ടിൽ എന്ന് പറയുന്ന 2 ചാപ്റ്ററുകളാണ് ഓപ്ഷണൽ ചാപ്റ്റേഴ്സുകളായിട്ട് വന്നിട്ടുള്ളത്. അതിൽ നിങ്ങൾക്ക് 1ാമത്തെ ചാപ്റ്ററിന് ഒരു ചോദ്യം ഉണ്ടായിരിക്കും. അതിന്റെ കൂടെ തന്നെ ഇപ്പൊ 19 ഉള്ള ചോദ്യമാണ്. 19 എന്നിട്ട് 1ാമത്തെ ചാപ്റ്ററിന് ചോദ്യം തരും. അതിന്റെ കൂടെ തന്നെ ഓർ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും, 2ാമത്തെ അടുത്തൊരു ചോദ്യം തരും. നമ്മളെ 2ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യം തരും. അത് നിങ്ങൾ 1ാമത്തെ ചാപ്റ്ററിനോ അല്ലെങ്കിൽ 2ാമത്തെ ചാപ്റ്ററിനോ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി എന്നുള്ളതാണ് അതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. സോ അങ്ങനെ ഇവിടെ നിന്നും ഒരു 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പാർട്ട് ബിയിൽ ഉണ്ടായിരിക്കും. സോ മനസ്സിലാക്കി വെക്കുക, പാർട്ട് എ നിർബന്ധമായിട്ട് എഴുതേണ്ടതാണ്. പാർട്ട് ബി എന്ത് ചെയ്യാം, ഓപ്ഷണൽ ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഏതൊക്കെ ചാപ്റ്റേഴ്സുകളാണ് അതിൽ വന്നിട്ടുള്ളത്, കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് മാറ്റമുണ്ടോ? മാറ്റമുണ്ട്. കഴിഞ്ഞ വർഷത്തെ പാറ്റേണിലല്ല ഈ പ്രാവശ്യത്തെ വന്നിട്ടുണ്ട്. അതിൽ ചെറിയ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ചാപ്റ്റേഴ്സിന്റെ ലിസ്റ്റിലെല്ലാം. സോ നമുക്ക് എന്ത് ചെയ്യാം, നേരെ പാർട്ടിലേക്ക് നമുക്ക് ആക്ച്വലി പോകാം. നമ്മുടെ ഫസ്റ്റ് സോഷ്യൽ സയൻസിലെ ഹിസ്റ്ററിയുടെ ഭാഗം, സോഷ്യൽ സയൻസ് 1 എന്ന് പറയുന്നത് ഹിസ്റ്ററിയുടെ ഭാഗമാണ്. അതിലെ പാർട്ട് 1ലേക്ക് പോകുക, അഥവാ പാർട്ട് എയിലേക്ക് നിർബന്ധമായിട്ടും എഴുതേണ്ട, ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ലാത്ത ചാപ്റ്റേഴ്സുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ദ ഫസ്റ്റ് വൺ പൊതുഭരണം അഥവാ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ കമ്പൽസറിയാ. 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പൊതുഭരണം എന്നുള്ള കമ്പൽസറി ആണ്. ഇവിടെ നിന്ന് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അത് നിങ്ങൾ ആ ചാപ്റ്റർ ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ല. 2ാമതായിട്ട് സമരവും സ്വാതന്ത്ര്യവും അഥവാ സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ചാപ്റ്ററിന് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതും കമ്പൽസറി ആണ്, ഒഴിവാക്കാൻ പാടില്ല. കേട്ടല്ലോ. അതേസമയം അടുത്തതാണ് കേരള ടുവേർഡ്സ് മോഡേണിറ്റി. ഏറ്റവും വലിയ ചാപ്റ്റർ ആണ് കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന കേരള ടുവേർഡ്സ് മോഡേണിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഈ ചാപ്റ്ററും ഒഴിവാക്കി വെക്കാൻ പറ്റൂല. കഴിഞ്ഞ വർഷം ഇത് കമ്പൽസറിയിലായിരുന്നു കേട്ടോ. പക്ഷെ അതിന് തൊട്ട് മുമ്പത്തെ വർഷം ഓപ്ഷണൽ ചാപ്റ്റർ ആയിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം കമ്പൽസറി തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഇവിടെ നിന്നും 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി എന്ത് ചെയ്യുക, ഉണ്ടായിരിക്കുക. അതേസമയം ഇവിടെയാണ് കഴിഞ്ഞ വർഷത്തെ പാറ്റേൺ മാറ്റം വന്നിട്ടുള്ളത്. സംസ്കാരവും ദേശീയതയും എന്ന് പറയുന്ന കൾച്ചർ ആൻഡ് നാഷണലിസം എന്ന് പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞ വർഷം ഓപ്ഷണൽ ചാപ്റ്റർ ആയിരുന്നുവെങ്കിൽ ഈ വർഷം അതെന്തായി മാറിയാലോ, കമ്പൽസറി ചാപ്റ്റർ ആയിട്ട് മാറും. കമ്പൽസറി ചാപ്റ്റർ പഠിക്കേണ്ടതാണ്. പാർട്ട് എ ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, നമ്മൾ അങ്ങനെ വന്നു. അതിൽ നിന്ന് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. പിന്നെ ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സോഷ്യോളജി വാട്ട് വൈ, സമൂഹശാസ്ത്രം എന്തിന് എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ചാപ്റ്റർ നിർബന്ധമായിട്ട് പഠിക്കേണ്ടതാണ്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. സോ ഇതാണ് ഹിസ്റ്ററിയിലെ പാർട്ട് എ. ഈ ചാപ്റ്റേഴ്സുകൾക്ക് ഒരു കോംപ്രമൈസും ഇല്ല. നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. ഇതിന് സാറേ ഇതിൽ നിന്നൊന്നും ഒഴിവാക്കി തരാൻ പറ്റുമോ? അങ്ങനെയൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. ഇത് നിർബന്ധമായിട്ട് പഠിക്കേണ്ടതാണ്. ഓക്കെ, എന്നാൽ നമ്മൾ എന്ത് ചെയ്തു, ഇതിന്റെ പാർട്ട് ബി നോക്കാം. ഹിസ്റ്ററിയുടെ പാർട്ട് ബി നോക്കാം. എന്ന് വെച്ചാൽ ഓപ്ഷണലാണ്. ഇതില് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ അല്ലെങ്കിൽ ലോകം 20ാം നൂറ്റാണ്ടിൽ അഥവാ വേൾഡ് ഇൻ 20th സെഞ്ചുറി, റവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ്, ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ചാപ്റ്റർ പഠിച്ചാൽ മതി. ഇവിടെ നിന്ന് 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കാം. 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കാം. എസ് ക്വസ്റ്റ്യൻ ആട്ടോ.
ഇപ്പോഴേ പറഞ്ഞത്. ഞാൻ ഇതിന്റെ വേണമെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ ഇനിയും വീഡിയോകളൊക്കെ നമുക്ക് ആക്ച്വലി ചെയ്യാറുണ്ട്. ഓരോ ചാപ്റ്ററുകളിലും ഏത് രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും വരിക. ഇപ്പൊ ചില ചാപ്റ്റർ നമുക്ക് പറയാം 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അവിടെ ഉണ്ടാവും, ഇവിടുന്ന് 1 വേർഡിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കും. ഇതൊക്കെ നമുക്ക് ഈ മാർക്ക് നോക്കിയിട്ട് കൃത്യമായിട്ട് പറയാൻ പറ്റും. അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഓരോരോ വീഡിയോകളായിട്ട് ആക്ച്വലി ചെയ്യാൻ പറ്റും. സോ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ രണ്ടാമത്തെ ചാപ്റ്റർ ഓപ്ഷണൽ ചാപ്റ്റർ ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. അതുപോലെ തന്നെ ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ്, ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്ന് പറയുന്ന ചാപ്റ്റർ. അതുപോലെ തന്നെ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, സ്വതന്ത്രാനന്തര ഇന്ത്യ എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഇതിലേതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. ഇവിടെയും ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അതിലേതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. പരീക്ഷയ്ക്ക് 6 മാർക്കിന് അവിടുന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. 6 മാർക്ക് എന്ന് പറയുന്ന സമയത്ത് അവിടുന്ന് മിക്കവാറും വരാറുള്ളത് ഒരു 4 മാർക്കിന് ഒരു 2 മാർക്കിനും ക്വസ്റ്റ്യനെ വരാം. ആക്ച്വലി നമുക്ക് അപ്പൊ പഠിക്കാം. നമ്മൾ എന്ത് ചെയ്യണം, അത് ആ ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് ആ സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ്. അതേസമയം അടുത്തതായിട്ടുള്ള സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്, രാഷ്ട്രതന്ത്രശാസ്ത്രവും സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്. അതുപോലെ തന്നെ സിവിക് കോൺഷ്യസ്നസ്, പൗരബോധം എന്ന ചാപ്റ്റർ. ഇതിലേതും ഒന്ന് പഠിച്ചാൽ മതി. ഇവിടെ നിന്നാണ് നിങ്ങൾ നോക്കിക്കേടാ 8 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഹിസ്റ്ററിയില് ഏറ്റവും കൂടുതൽ മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് അഥവാ രാഷ്ട്രതന്ത്രശാസ്ത്രവും അല്ലെങ്കിൽ സിവിക് കോൺഷ്യസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്താണ്. സോ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്തു, ഒരു 3 ചാപ്റ്റർ, ഹിസ്റ്ററിയിലെ 3 ചാപ്റ്റർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിച്ചാൽ മതി. ഹിസ്റ്ററിയിൽ നിന്ന് 3 എണ്ണം ഒഴിവാക്കിയിട്ടുണ്ട്. 3 എണ്ണം നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. അങ്ങനെയാണ്. ഇനി ജിയോഗ്രഫിയുടെ കാര്യത്തിലേക്കോ, ജിയോഗ്രഫിയുടെ ഡീറ്റെയിൽ ഇതാണ് ഞാൻ വലുതാക്കിയിട്ട് ഒന്ന് കാണിച്ചു തരാം. ജിയോഗ്രഫിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ദിസ് ഈസ് ഫ്രം ദ പാർട്ടി എയുടെ ഭാഗം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇവയാണ്. നിർബന്ധമായിട്ടും എഴുതേണ്ടതാണ്, ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. ഒന്നാമത്താണ് പൊതുചെലവും പൊതുവരുമാനവും, പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ. കഴിഞ്ഞ വർഷം അത് ഓപ്ഷണലായിരുന്നു, ഈ പ്രാവശ്യം എന്തായിട്ടുണ്ട്, കമ്പൽസറി ചാപ്റ്ററിൽ മാറ്റിയിട്ടുണ്ട്. പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ നിർബന്ധമായിട്ടും പഠിക്കണം. 4 മാർക്കിന് ഇവിടുന്ന് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. കൂടാതെ തന്നെ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം, ഇന്ത്യ റിസോഴ്സ് വെൽത്ത് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്റർ. റിസോഴ്സ് വെൽത്ത് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്റർ, ഈ ചാപ്റ്ററിന് ആക്ച്വലി പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കുക 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. കമ്പൽസറി ചാപ്റ്റർ ആണ്. അതുപോലെ തന്നെ വൈവിധ്യങ്ങളുടെ ഇന്ത്യ ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടല്ലോ, ഏറ്റവും വലിയ ചാപ്റ്റർ ജിയോഗ്രഫിയിലെ. അവിടുന്ന് 7 മാർക്കിനാണ് ആക്ച്വലി ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. അതിൽ 3 മാർക്ക് മാപ്പിന്. അപ്പൊ 1 മാർക്ക് വേറെ എവിടെ സാറേ മാപ്പ് 4 മാർക്ക് ഉണ്ടല്ലോ ചോദിക്കുന്നുണ്ടാവും. 1 മാർക്ക് റിസോഴ്സ് വെൽത്ത് എന്നാട്ടാ വരിക, പോർട്ടുകൾ തുറമുഖങ്ങളാണ് വരിക. മാപ്പിന്റെ ഒക്കെ വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം, പയ്യെ ആയിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ഒക്കെ നമ്മൾ ചെയ്തു തരുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് ഒരു 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഉപഭോക്താവ് സംതൃപ്തിയും സംരക്ഷണവും എന്ന് പറഞ്ഞാൽ 10ാമത്തെ ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ, കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. ഇവിടെ നിന്ന് 4 മാർക്കിന്റെയും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഇവയാണ് നിർബന്ധമായിട്ട് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ്. ഓപ്ഷണൽ ഇതാ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷണൽ നമ്മൾ 1ാമത്തെ ചാപ്റ്റർ ആയിട്ട് ഋതുഭേദങ്ങളും സമയവും അല്ലെങ്കിൽ കാറ്റിന്റെ ഉറവിടം തേടി അഥവാ സീസൺ ആൻഡ് ടൈം ഇൻ സെർച്ച് ഓഫ് സോഴ്സ് ഓഫ് വിൻഡ് എന്ന് പറയുന്ന 2 ചാപ്റ്റർ. ഈ ചാപ്റ്ററുകളിൽ നിന്ന് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു പോക്കോ. ഇവിടെ നിന്നായിരിക്കും നിങ്ങളുടെ എസ് എ ക്വസ്റ്റ്യൻ വരിക. ഇവിടെ 5 മാർക്കിന്റെ എസ് എ ക്വസ്റ്റ്യൻ വരിക. പിന്നെ ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യനുമായിട്ട് അങ്ങനെ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഇവിടെ നിന്ന് ആക്ച്വലി നിങ്ങൾക്ക് വരിക. ഓപ്ഷണൽ ആണ്. അതേസമയം മാനവവിഭവശേഷി വികസനം ഇന്ത്യയിൽ എന്ന് പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ, ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും എന്ന് പറയുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സർവീസസ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ചാപ്റ്ററുകൾ ഓപ്ഷണൽ ചാപ്റ്റർ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ നിന്നും 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാകും. 4 മാർക്കിന്റെ 2 ചോദ്യങ്ങളൊക്കെയാണ് വരിക. അതുപോലെ തന്നെ ആകാശ കണ്ണുകളും അറിവിന്റെ വിശകലനവും എന്ന് പറയുന്ന ഹൈസ് ഇൻ ദ സ്കൈ അനാലിസിസ് ഓഫ് ദ ഇൻഫർമേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററും, അതുപോലെ തന്നെ ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ ലാൻഡ്സ്കേപ്പ് അനാലിസിസ് ത്രൂ ദ മാപ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അങ്ങനെ ആക്ച്വലി ഇതാണ് നമ്മുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. മക്കളെ ഇനി ഞാൻ പറയാലോ, ഈ പാറ്റേണുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പാറ്റേണുകൾ കുറെയൊക്കെ മക്കൾക്ക് ടഫാക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഈ പ്രാവശ്യത്തെ പാറ്റേണുകളൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് ഇരുന്ന് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് A+ കിട്ടുകയുള്ളൂ. കഴിഞ്ഞ വർഷത്തെ പോലെയോ അതിന് മുമ്പത്തെ വർഷത്തെ പോലെയോ നിങ്ങളുടെ എക്സാമിനേഷൻ ക്വസ്റ്റ്യനുകൾ ഈസി ആയിരിക്കും എന്ന് എന്റെ മക്കൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ടഫ് ആവാനുള്ള സാധ്യതകളെല്ലാം കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ മക്കൾ നന്നായിട്ട് ഇരുന്നിട്ട് പഠിക്കുക. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഹെൽപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ അസ്ത്രയുടെ എൻഡ് ഗെയിം ബാച്ച് ഒക്കെ നമ്മൾ ആക്ച്വലി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും അതിൽ ജോയിൻ ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ താഴെ പോകുന്ന ആ ഒരു സ്ക്രോൾ ഉണ്ടല്ലോ, അതിലെ നമ്പറിലേക്ക് എടുത്തിട്ട് വേഗം തന്നെ വിളിക്കാം. അതിൽ എല്ലാ ചാപ്റ്റേഴ്സിന്റെയും കംപ്ലീറ്റ് റിവിഷൻ ഉണ്ട്. ഒരിക്കലും ഇവിടെ ഞാൻ പറഞ്ഞു ജിയോഗ്രഫിയിൽ 3 ചാപ്റ്റർ ഒഴിവാക്കുന്നുണ്ട്, ഹിസ്റ്ററിയിൽ 3 ചാപ്റ്റർ ഒഴിവാക്കുന്നുണ്ട്. അതിൽ ടോട്ടൽ 6 ചാപ്റ്റർ ഒഴിവാക്കിയിട്ട് നമുക്ക് 21 ചാപ്റ്ററുകളിൽ 15 ചാപ്റ്ററുകൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും, A+ കിട്ടും. പക്ഷെ ആ 15 ചാപ്റ്ററുകളല്ല 21 ചാപ്റ്ററുകളും ഞങ്ങൾ അവിടെ പഠിപ്പിച്ചിരിക്കും. നമ്മുടെ എൻഡ് ഗെയിമിന്റെ ബെനിഫിറ്റ് അവിടെ അതാണ്. എല്ലാ ചാപ്റ്ററുകളും നിങ്ങളെ പഠിപ്പിച്ചിരിക്കും. എന്നിട്ട് അതിൽ ഏത് ചാപ്റ്ററാണ് സെലക്ട് ചെയ്യുന്നത്, അത് ഏത് സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ള തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പറഞ്ഞു തരുന്നതാണ്. സോ മക്കളെ പേടി കുറച്ചൊന്നും ഒതുങ്ങിയില്ലേടാ. 50 ദിവസം അതിനുള്ളിൽ
100-ലധികം ചാപ്റ്റേഴ്സ്, പ്രധാനമായിട്ട് സോഷ്യലാണ് ഏറ്റവും കൂടുതൽ ചാപ്റ്റേഴ്സ് ഉള്ളത്. 21 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്ന പേടി ചെറുതായിട്ട് നമുക്കൊന്നും മയപ്പെടുത്താം. അത് 15ലേക്ക് കുറഞ്ഞിട്ടുണ്ട്. അത് ഇനിയും നമുക്ക് മാറ്റങ്ങൾ വരുത്തണം, ഇനിയും നമ്മൾ ചിന്തിക്കണം, ഇനിയും നമ്മൾ പഠിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മക്കളെ നന്നായിട്ട് പഠിക്കുക. ഞങ്ങൾ ഉണ്ടടാ നിങ്ങളുടെ കൂടെ, സൈലം ഉണ്ടടാ നിങ്ങളുടെ കൂടെ, അടിപൊളിയായിട്ട് പഠിക്കടാ. സോ ടാറ്റാ ബൈ ബൈ.